മാസപ്പടി കേസിൽ സംസ്ഥാന വ്യാപക പരിശോധനയുമായി വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കോഴിക്കോട് അടക്കം 8 ഇടങ്ങളിലാണ് പരിശോധന. കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിലിനെ അശോകപുരത്തെ ഫ്ളാറ്റിലെത്തിച്ചാണ് ഇഡിയുടെ പരിശോധന. DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ വീട്ടിലും പരിശോധന തുടരുന്നുണ്ട്. T. വീണയുടെ ഡയറിയിൽ നിന്നാണ് ഇവരുടെ വിവരങ്ങൾ കിട്ടിയത്. കൂടുതൽ വിവരങ്ങളുമായി KTV പീഷ് ചേരുന്നു കോഴിക്കോട് നിന്ന്. ഒപ്പം സമീറും. സമീർ നിഖിലിന്റെ ഫ്ളാറ്റിന് മുമ്പിലും ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ? അടുത്ത ബന്ധമുള്ള ആളാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള P. നിഖിൽ. അദ്ദേഹത്തിന്റെ അശോകപുരത്തെ ഫ്ളാറ്റിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കരുവന്തുരുത്തിയിലെ വീട്ടിൽ എത്തിക്കൊണ്ട് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ അവിടെ നിഖിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് നിഖിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ആ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൂട്ടിയാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ CRPF ഉദ്യോഗസ്ഥർ ഇവിടെ പുറത്തുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അകത്താണ്. ഇതിന്റെ 6ാം നിലയിലാണ് നിഖിലിന്റെ ഫ്ളാറ്റ് ഉള്ളത്. അവിടെയാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുവന്തുരുത്തിയിലെ വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ കാര്യമായ ഒന്നും തന്നെ കണ്ടെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെലവഴിച്ചത്. അതിനുശേഷമാണ് പിന്നീട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയും നിഖിലുമായി ഇവിടെ അശോകപുരത്തെ ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, PA മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്നുള്ള ഒരു വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എത്രമാത്രം നടന്നു എന്നും അതുപോലെ എങ്ങനെയൊക്കെയാണ് ഈ പണം വിനിയോഗിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. മുഹമ്മദ് റിയാസിന്റെ ഭാര്യയായിട്ടുള്ള T. വീണ അവരുടെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, വീണയുടെ ഡയറിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമായിരുന്നു. ആ വിവരങ്ങളിലാണ് നിഖിലിന്റെ പേരുൾപ്പെടെ ഉണ്ട് എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അങ്ങനെയാണ് ED ഉദ്യോഗസ്ഥർ നിഖിലിലേക്ക് അന്വേഷണം എത്തിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോട്ടൂളിയിലെ മുഹമ്മദ് റിയാസിന്റെ വീട് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില രേഖകളും പിടിച്ചെത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ 4 ഇടങ്ങളിൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നിഖിലുമായിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഇതിനകത്ത് കയറിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രേഖകളൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ അരമണിക്കൂറിലേറെ ആയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് ഈ പരിശോധന ആരംഭിച്ചിട്ട്. ആദ്യത്തെ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയാണ്. നിഖിൽ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ കമ്പനി നിഖിൽ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഏകദേശം 2.25 കോടിയോളം രൂപ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള സേവനവും നൽകാതെ തന്നെ വീണയുടെ കമ്പനി സ്വന്തമാക്കി എന്നുള്ള ഒരു കണ്ടെത്തൽ EDയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലാണെങ്കിൽ ആ പണമൊക്കെ കള്ളപ്പണം അങ്ങനെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു സംശയമാണ് EDക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ അശോകപുരത്തെ ഈ ഫ്ളാറ്റിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷാദ്.